നവംബർ 18 ഒരു ഏകദേശം 6 മണിക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇൻ്റർനെറ്റ് ഔട്ടേജ് ഫേസ് ചെയ്ത് എടാ ക്ലൗഡ് ഫ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബാക്ക് ബോൺ ഓഫ് ദി ഇൻ്റർനെറ്റ് ഓക്കെ അങ്ങനെയൊക്കെ പറയാം. ബിക്കോസ് ഒരു നല്ല ശതമാനം വെബ്സൈറ്റിനെ ഫ്രണ്ട് ചെയ്യുന്നത് ആക്ച്വലി ക്ലൗഡ് ഫ്ലെയർ. എനിക്ക് തോന്നുന്നു അവരുടെ ബ്ലോഗിനകത്താണെങ്കിലും എനിക്ക് തോന്നുന്നു 2019 അവരുടെ വേസ്റ്റ് എന്നവർ ഇത് നമുക്ക് എൻജിനിക്സ് വെച്ചാണെങ്കിലും ഡൂബിൾ ആണോ? എൻജിനിക്സ് വെച്ച് ഡൂവബിളാ, പക്ഷെ നീ ആ സ്കെയിൽ ഒന്ന് ഓർത്ത് നോക്ക്. വാലിഡേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വർക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഇത്രയും മാസീവ് കമ്പനിയിൽ അതും ഇത്രയും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഇമ്പാക്ട്ഫുൾ സോഫ്റ്റ്വെയർ ആണ്. ഡിസൈൻ ഫ്ലോ ആണ് അത്. ഫ്ലോ അല്ല, ഇറ്റ്സ് ഒപ്പീനിയറ്റഡ്. ഭയങ്കര ഹാർഡാണ് ആ ഡിസിഷൻ. പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോക്കേഷൻ നടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലൈക്ക് ഇന്ന മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ഇന്ന നാനോ സെക്കൻഡ് ആണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ഈച്ച് സൈക്കിൾ കൗണ്ട്സ്. നവംബർ 18 ഒരു ഏകദേശം 6 മണിക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇൻ്റർനെറ്റ് ഔട്ടേജ് ഫേസ് ചെയ്ത് കാണും. നിങ്ങളിപ്പം കോമൺലി യൂസ് ചെയ്യുന്ന ഇപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT അങ്ങനെയുള്ള സൈറ്റ് ആയിരിക്കും. മിക്കവാറും നിങ്ങൾ ആ ChatGPTയിൽ നിങ്ങൾ സെർച്ചോ എന്തെങ്കിലും ചെയ്യുന്നിടത്ത് അന്ന് ഒരു പേജ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണും ദാറ്റ് യുവർ സർവീസ് ഇസ് നോട്ട് അവൈലബിൾ. എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? അപ്പം നമുക്കറിയാം കുറേ പാനിക്സ് ഉണ്ടായിരിക്കും, കുറേ ട്വിറ്റർ ത്രെഡ്സ് റണ്ണിങ് ആയിരുന്നു, അന്ന് കുറേ പേര് ഔട്ടേജിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് അതിൻ്റെ ബിഹൈൻഡ് പറ്റിക്കുന്നത്. മേ ബി ഇറ്റ് കുഡ് ബി എ അറ്റാക്ക് ബൈ എ സൈബർ അറ്റാക്ക്, ഇറ്റ് കുഡ് ബി DDoS അറ്റാക്ക്, എനിത്തിങ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു Math++ പോഡ്കാസ്റ്റ്. ടുഡേ ഹിയർ വി ആർ വിത്ത് അരവിന്ദ് ആൻഡ് അരുൺ. അപ്പം നമ്മളെല്ലാവരും ടെക് വേൾഡിലാണ്. അപ്പം ബേസിക്കലി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എത്ര ഫെമിലിയർ ആണ് ക്ലൗഡ് ഫ്ലെയർ? ഞാൻ ഡയറക്ട്ലി ക്ലൗഡ് ഫ്ലെയർ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് മോസ്റ്റ് സർവീസസ് ഐ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അവരുടെ സർവീസസ്. ഇതൊന്ന് KP ആണെന്ന് വെച്ചിട്ട് ഡയറക്ട്ലി. എടാ ക്ലൗഡ് ഫ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബാക്ക് ബോൺ ഓഫ് ദി ഇൻ്റർനെറ്റ് ഓക്കെ അങ്ങനെയൊക്കെ പറയാം. ബിക്കോസ് ഒരു നല്ല ശതമാനം വെബ്സൈറ്റിനെ ഫ്രണ്ട് ചെയ്യുന്നത് ആക്ച്വലി ക്ലൗഡ് ഫ്ലെയർ. ഓക്കെ. ലാസ്റ്റ് ഔട്ടേജിൽ 20% ഓഫ് ദി ഇന്റർനെറ്റ് വെന്റ് ഡൗൺ. യെസ് എനിക്ക് തോന്നുന്നു അത് 2019 എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഔട്ടേജ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പോഴാണ് അത് വന്നത്. അതെനിക്ക് അറിയത്തില്ല, നമുക്ക് ചെക്ക് ചെയ്യണം. ബിക്കോസ് 2019 ആണെങ്കിൽ എനിക്ക് അല്ല, എനിക്ക് തോന്നുന്നു മാസീവ് ഔട്ടേജ്. എനിക്ക് തോന്നുന്നു അവരുടെ ബ്ലോഗിനകത്താണെങ്കിലും എനിക്ക് തോന്നുന്നു 2019 അവരുടെ വേസ്റ്റ് എന്നവർ ആണോ? മേ ബി അത് കഴിഞ്ഞിട്ട് ഇതാണ് അവരുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ബേസിക്കലി ക്ലൗഡ് ഫ്ലെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, എനിക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്ലൗഡ് ഫ്ലെയറിൽ നമ്മുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യും. ഓക്കെ. രജിസ്റ്റർ ചെയ്യാൻ സിമ്പിളായിട്ട് പറയുക, നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഇപ്പോൾ ക്ലൗഡ് ഫ്ലെയർ നമുക്ക് വേണ്ടി എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്ത് റിക്വസ്റ്റ് എൻ്റെ വെബ്സൈറ്റിലോട്ട് വന്നാലും ആദ്യമേ അത് റീച്ച് ചെയ്യുന്നത് ക്ലൗഡ് ഫ്ലെയർ ആയിരിക്കും. ഓക്കെ. എന്നിട്ട് ക്ലൗഡ് ഫ്ലെയർ അത് കുറേ ചെക്കൊക്കെ ചെയ്യും, ഇത് ഒരു ബോട്ടാണോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും അറ്റാക്കാണോ, എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ആക്ച്വലി റീഡയറക്റ്റ് ചെയ്യത്തുള്ളൂ ആക്ച്വൽ റിക്വസ്റ്റിന്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ലൈക്ക് നമുക്ക് DDoS എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് നമ്പർ ഓഫ് റിക്വസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആക്കാൻ വേണ്ടി മാത്രം ഒരാൾ ചെയ്യുമ്പോഴാണ് നമ്മൾ DDoS എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അറ്റാക്സിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും ക്ലൗഡ് ഫ്ലെയർ, അങ്ങനത്തെ ഒരു കുറേ നമ്പർ ഓഫ് റിക്വസ്റ്റ് വരുമ്പം ക്ലൗഡ് ഫ്ലെയർ അത് ബ്ലോക്ക് ചെയ്യും. സോ നമ്മുടെ സർവീസ് സേഫ് ആയിരിക്കും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ടേക്കുന്ന എല്ലാ വെബ്സൈറ്റും മിക്കവാറും അതുകൊണ്ടായിരുന്നു അന്ന് അത്രയും ഒരു എനിക്ക് തോന്നുന്നു ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, ഇവര് എല്ലാവരും ഫേസിങ് എനിക്ക് തോന്നുന്നു ഫ്ലെയർ. പക്ഷേ ഇത് അവിടെ പോപ്പുലർ സർവീസ് തോന്നുന്നു. പക്ഷേ അത് കൂടാതെ എനിക്ക് തോന്നുന്നു CDN പ്രൊവൈഡ് ചെയ്യുന്നു. വേറെ കുറെ ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, KV സ്റ്റോർ. അതെ, എന്ന് വെച്ചാൽ നമുക്ക് ആ നമ്മുടെ സൈഡിലോട്ട് റിക്വസ്റ്റ് എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തോ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനൊരു സർവീസ് ക്ലൗഡ് ഫ്ലെയർ കാണും. ഫോർ എക്സാമ്പിൾ, നമുക്ക് റിക്വസ്റ്റിന്റെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് നമുക്ക് റീറൈറ്റ് ചെയ്യണം, റിക്വസ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നതിന് മുമ്പ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് നമുക്ക് എൻജിനിക്സ് വെച്ചാണെങ്കിലും ഡൂബിൾ ആണോ? എൻജിനിക്സ് വെച്ച് ഡൂവബിളാ, പക്ഷെ നീ ആ സ്കെയിൽ ഒന്ന് ഓർത്ത് നോക്ക്. ഇപ്പം നമ്മളൊരു സ്മോൾ ഒരു SaaS കമ്പനിയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ
നമുക്കൊരിക്കലും ഇതുപോലൊരു ബോട്ട്നെറ്റ് നമുക്ക് ഡിഡോസ് നടത്തുന്ന Because സ്കെയിലൊരു അവരെനിക്ക് തോന്നുന്നു അവർ പറയുന്നുണ്ട് ആ ബോട്ട്നെറ്റ് എന്തോ അവരുടെ മെഷീൻ ലേണിംഗ് മോഡൽ വെച്ച് മോഡൽസ് ഓവർ ദ ടൈം അവർ കളക്ട് ചെയ്ത ഡേറ്റ വെച്ചുകൊണ്ട് അതിനെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതില്ലാതെ സർവൈവ് ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു കേസിൽ ഞാൻ ചിലപ്പോൾ ഒക്കെ ഞാൻ ക്ലൗഡ് ഫ്ലെയറിലോട്ട് ഡയറക്ട്ലി റിക്വസ്റ്റ് ഡയറക്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഔട്ടേജ് ഫേസ് ചെയ്തില്ല. ബട്ട് ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ദ വെബ്സൈറ്റ്സ് എനിക്ക് തോന്നുന്നു ഈ സ്റ്റാർട്ടപ്പ് വേൾഡിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവാറും എല്ലാവരും ക്ലൗഡ് ഫ്ലെയറിലോട്ട് സ്വിഗ്ഗി എല്ലാം ആണോ എനിക്ക് തോന്നുന്നു അന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചവർ എല്ലാവരും ഇതായിരുന്നു ഫേസ് ചെയ്തത് മാസീവ്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി അതിൻ്റെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ റിപ്പോർട്ടാണ് നമ്മളിന്ന് ഭയങ്കര എക്സ്ക്ലൂസീവ് ഒന്നും ആക്കണ്ട. ആക്ച്വലി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ബ്ലോഗ് പോസ്റ്റ് അതും കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഓർത്തപ്പം നമുക്കിത് ഈ റിപ്പോർട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇത് അറിയേണ്ടവർക്ക് റിപ്പോർട്ട് വായിക്കണോ അല്ലേ, ലൈക്ക് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് വിൽ കളക്റ്റീവ്ലി റീഡ് ത്രൂ ദാറ്റ് റിപ്പോർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ നമുക്കറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ അല്ല നമ്മൾ മനസ്സിലാക്കിയത്. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പം സോ ഇതിനകത്ത് നമ്മൾ എഴുതിയേക്കുന്നത് ഓൺ November 2025 at 11:20 Cloudflare's network began experiencing significant failures to deliver core network traffic. This showed up in internet users trying to access our customer site as an error page indicating a failure within Cloudflare's network. So ഇതിനകത്ത് അടുത്ത നെക്സ്റ്റ് ലൈൻ അവർ പറയുന്നത്, this issue was not caused directly or indirectly by a cyber attack or malicious activity of any kind. Instead, it was triggered by a change of one of our database system's permissions, which caused the database to output multiple entries into a feature file. Basically, ഇവിടെ പറഞ്ഞിട്ടില്ല എന്താ ഫീച്ചർ ഫയൽ, ഡൗൺ ദ ലൈൻ അവർ പറയുമായിരിക്കും. യൂസ് ബൈ അവർ ബോട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ബോട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ വൺ ഓഫ് ദെയർ സർവീസ് ഇൻ ക്ലൗഡ്ഫ്ലെയർ. The next section പറയുന്നത് വെച്ചാൽ the issue was not caused directly or indirectly by a cyber attack or malicious activity of any kind. I think ഇങ്ങനൊരു ലാർജ് റിക്വസ്റ്റ് വരുമ്പം നമ്മുടെ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ പണി തരുന്നുണ്ട്. എല്ലാവരും അതാണ് എക്സ്പെക്ട് ചെയ്തത്. ഇൻസ്റ്റെഡ് ഇറ്റ് വാസ് ട്രിഗേർഡ് ബൈ എ ചേഞ്ച് ടു വൺ ഓഫ് അവർ ഡേറ്റാബേസ് സിസ്റ്റംസ് പെർമിഷൻസ് വിച്ച് കോസ് ദ ഡേറ്റാബേസ് ടു ഔട്ട്പുട്ട് മൾട്ടിപ്പിൾ എൻട്രീസ് ഇൻ ടു എ ഫീച്ചർ ഫയൽ യൂസ്ഡ് ബൈ അവർ ബോട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വൺ ഓഫ് ദെയർ സർവീസസ് ബോട്ട് മാനേജ്മെൻ്റ് ആണ്. അത് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഫയലാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. That feature file in turn doubled in size. Okay, the larger than expected feature file was then propagated to all the machines that make up our network. ഇവര് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു തോന്നുന്നത്, അവരുടെ സിസ്റ്റം ഇഷ്യൂ അല്ല. അതെനിക്ക് തോന്നുന്നു, ബിക്കോസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എടാ, ഈ ക്ലൗഡ് ഫ്ലെയർ ഒരു വലിയ ലൈക്ക് ഒരു ഡിഡോസ് അറ്റാക്ക് ഫേസ് ചെയ്തായിരുന്നു. ലൈക്ക് എന്തോ എത്രയോ ടെറാബൈറ്റ്സ് പെർ സെക്കൻഡ് ഒരു ഡിഡോസ് അറ്റാക്ക് അവര് ലൈക്ക് എന്നുവെച്ചാൽ അവര് വളരെ സക്സസ്ഫുൾ ആയിട്ട് മിറ്റിഗേറ്റ് ചെയ്തു. അതുകൊണ്ട് അവര് വിചാരിച്ചാണ് ഓക്കെ സെയിം പാറ്റേൺ. സാധാരണ എനിക്ക് തോന്നുന്നു എഞ്ചിനീയേഴ്സിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. Okay, the software running on these machines to route traffics across our network reads this feature file to keep our bot management system up to date with ever changing threats. അപ്പം ഇപ്പോൾ അവരൊരു ഐഡിയ തന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഫീച്ചർ ഫയൽ എന്തോത്തിന് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീച്ചർ ഫയൽ ബേസിക്കലി റീഡ് ചെയ്തിട്ടാണ് bot management system run ചെയ്യുന്നത്. അപ്പോൾ the software had a limit on the size of the feature file that was below its double size. That caused the software to fail. Okay, അപ്പം വാലിഡേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വർക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് എനിക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഇത്രയും മാസീവ് കമ്പനിയിൽ അതും ഇത്രയും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഇമ്പാക്ട്ഫുൾ സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നുന്നു. ലൈക്ക് ആ സോഫ്റ്റ്വെയർ പോയി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ബിക്കോസ് നമുക്ക് ഒരിക്കലും ഫുള്ളി ഒരു സാധനം ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ചിലപ്പോൾ പഴയ സിസ്റ്റം ആയിരിക്കും, ഇപ്പോഴായിരിക്കും അത് ട്രിഗർ ആയേ. സോ കുഡ് ബി ബിക്കോസ് അവരത് ലൈക്ക് ഇത്രയും നാൾ അവർ ഇതുവരെയും ഫേസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇഫ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2025 ദി അമൗണ്ട് ഓഫ് സ്റ്റാർട്ടപ്സ് ആണെങ്കിലും കൂടി, ദി അമൗണ്ട് ഓഫ് കോഡ് ദാറ്റ് ഇസ് ബീൻ പുഷ്ഡ് കൂടി, ശരിയാണ്, അമൗണ്ട് ഓഫ് ബഗ്സും കൂടി, കുറേ ആൾക്കാരുടെ കുറേ പ്രോഡക്ട്സ് ഫെയിലിയറിലോട്ട് വരാൻ തുടങ്ങി. AWS ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അവർ ഇതൊരു എക്സ്പെക്റ്റഡ് അല്ല, ബിക്കോസ് ഇത്രയും നാൾ അവരുടെ ഒരു ലെഗസി വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് നെവർ ഒക്കേർഡ്. After we initially wrongly suspected the symptoms we were seeing were caused by a hyperscale DDoS attack, we correctly identified the core issue and were able to stop the propagation of the larger than expected feature file and replace it with an earlier version of the file. Core traffic was largely flowing as normal by 14:30. We worked over the next few hours to mitigate increased loads. അപ്പം 14:30 അവർ സ്റ്റേബിൾ ആക്കി. പിന്നെ അവർ അതിൻ്റെ
ആ ട്രാഫിക് നോർമൽ ആക്കാൻ അവർ നോക്കി. ആൻഡ് ബൈ 1706 ദ സിസ്റ്റംസ് അറ്റ് Cloudflare were functioning ആസ് നോർമൽ. പിന്നെ സ്വാഭാവികമായിട്ട് അവർ അപ്പോളജൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് സ്കിപ്പ് ചെയ്യുവാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇനി നമ്മുടെ ഇതിൻ്റെ കോർ അവരുടെ ടെക്നിക്കൽ റീസൺ എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദ ചാർട്ട് ബിലോ ഷോസ് ദ വോളിയൂം ഓഫ് 5xx എന്ന് വെച്ചാൽ 500 എറർ HTTP status code served by the Cloudflare network. Normally this should be very low and it was right up until the start of the outage. സോ അത് സ്വാഭാവികം എനിക്കൊന്ന് എല്ലാവരും ഡെവലപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം 500 എറർ അത്ര വലിയ രസമുള്ള കാര്യമല്ല. ആൻഡ് ഇറ്റ്സ് ഇൻറ്റേർണൽ സെർവർ എറർ ആണ്. അപ്പം അത് നോർമലി നമ്മുടെ സർവീസ് ഹെൽത്തി ആണെങ്കിൽ അത് വരാൻ പാടില്ല. അതാണ് ഇവരും പറയുന്നത്. ഇനി ഔട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു സാധനം ഇല്ലായിരുന്നു. പതുക്കെ നമ്മളിത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. The volume prior to 1120 is the expected baseline. അപ്പോൾ നമ്മൾ ചാർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ആ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1120 is the expected baseline of 500 errors. Literally zero ആണ്. There is no errors observed across our network. സീറോ അല്ല, കുറച്ചുണ്ട്. കുറച്ച് എന്തായാലും വരാൻ ചാൻസസ് ഉണ്ട്, ഒരു സ്മോൾ പെർസെൻറ്റേജ്. ഇത് നീ വൈ ആക്സിസ് നോക്ക്, ശരിയാ ലൈക്ക് 2 million requests per second first data point. കറക്റ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. The spike in the subsequent fluctuations show our system failing due to loading the incorrect feature file. What's notable is that our system would then recover for a period. This was very unusual behavior for an internal error. ഇപ്പോൾ ഏകദേശം അവർക്ക് പേടിയാവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പൈക്ക് താഴെ ഇങ്ങനെ ഒരു ഒരു സ്മൂത്ത് അല്ല. ബേസിക്കലി ഒന്ന് സ്റ്റേബിളായി പിന്നെയും സ്പൈക്ക് അപ്പ് ചെയ്യും. ഇതെപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ കേസിലും നമുക്കൊരു പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പ്രീവിയസ് കമ്പനിയിലാണെങ്കിലും ഭയങ്കര ഒരു അനോമലി തരുന്ന ബിഹേവിയറാണ്. ഈ സ്പൈക്ക് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് താഴെ വരുന്നു, പിന്നെയും സ്പൈക്ക് അപ്പ് ചെയ്യും. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് എനിക്കൊന്ന് ഇവർ എക്സ്പെക്ട് ചെയ്ത ബോട്ട്നെറ്റ് ആണ് അല്ലെങ്കിൽ ഡീഡോസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലീനിയർലി കൂടണം. ഇത് ലീനിയർ അല്ല. കറക്റ്റ്. അത് ശരിയാണ്. മാസീവ് നമ്പർ ഓഫ് റിക്വസ്റ്റ് വരുവായിരുന്നെങ്കിൽ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ഗസ് ചെയ്യുക. അല്ല, ഇങ്ങനെ സ്പൈക്ക് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹോപ്പ് വരും ഓട്ടോമാറ്റിക്കലി. അതും ശരിയാണ്, അത് കറക്റ്റാണ്. The explanation was that the file was being generated every 5 minutes by a query running on ClickHouse database cluster, which was being gradually updated to improve permission managing. നിങ്ങൾ ആരെങ്കിലും ClickHouse യൂസ് ചെയ്തിട്ടുണ്ടോ? എന്താ? ഞാൻ ClickHouse യൂസ് ചെയ്തിട്ടില്ല. ClickHouse എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ സ്റ്റോറേജ് ഫോർ റിയൽ ടൈം യൂസേജ്. ഇതൊന്നും ഏറ്റവും ക്ലോസസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് അപ്പാച്ചെ പീനോ ആണ്. ഓക്കെ. ബേസിക്കലി നമുക്കൊരു ബില്യൺസ് ഓഫ് റോസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷണൽ ഡേറ്റാബേസ് യൂസ് ചെയ്യുവാണെങ്കിൽ ക്വരീസ് സ്ലോ ആവും. ഓക്കെ. അപ്പം ഈ ClickHouse അല്ലെ പീനോ ഇതിനു വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. ഐ തിങ്ക് ഷാർഡഡ്, ഐ എം നോട്ട് എക്സാക്ട്ലി ഷുവർ അബൌട്ട് ദി ഇന്റേണൽസ്. അപ്പോൾ ഇത് ബില്യൺസ് ഓഫ് റോസ് വരുവാണെങ്കിലും വിത്തിൻ സെക്കൻഡ്സ്. പീനോ ഇന്ന് പ്രോമിസ് ചെയ്യുന്നത് സബ് മില്ലി സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. ClickHouse ഐ ഡോണ്ട് നോ ദാറ്റ് മച്ച്. അപ്പോൾ ഈ യൂസർ ഫേസിങ് യൂസ് കേസസിന് ഇപ്പോൾ അനാലിറ്റിക്സ് വേണമെങ്കിൽ ഇങ്ങനത്തെ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. അപ്പോൾ ഇതെന്തോ കോളംനാർ ആണോ? യെസ്, ഇത് മോസ്റ്റ് ലൈക്ലി കോളംനാർ ആയിരിക്കും. അനാലിറ്റിക്കൽ യൂഷ്വലി കോളംനാർ ആണ്. എന്താണ് ഡിഫറൻസ് ഇപ്പം? അല്ല, കോളംനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഡേറ്റ സ്റ്റോറേജ് ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ ഡേറ്റാബേസിലെ ഡേറ്റ നമ്മൾ ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അനലിറ്റിക്സ് ഡേറ്റാബേസിൽ നമ്മൾ കൂടുതലും അഗ്രിഗേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്, ലൈക്ക് കൗണ്ട്, പെർസെൻറ്റൈൽസ്, ആവറേജ്. അപ്പം അത് ബേസിക്കലി ഒരു കോളത്തിനകത്തെ ഡേറ്റനെ ആയിരിക്കും നമ്മൾ അഗ്രിഗേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് മേക്ക് സെൻസ് ടു സ്റ്റോർ ഇറ്റ് ടുഗദർ. അപ്പം സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഡേറ്റാബേസ് ട്രാൻസാക്ഷണൽ DB എടുക്കുവാണെങ്കിൽ ഒരു റോയിനകത്ത് അപ്പോൾ പേര്, അഡ്രസ്സ്, ഇതെല്ലാം ഒരു റോയിലുള്ള കോളംസ് എല്ലാം റോ വൈസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. പക്ഷേ അത് അത് ഭയങ്കര എക്സ്പെക്റ്റഡ് അല്ല, അല്ലെങ്കിൽ അതല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ നമ്മളൊരു ഒരു ഫേസ്ബുക്ക് പോലൊരു വെബ്സൈറ്റിനാണെങ്കിൽ നമ്മളെപ്പോഴും പ്രൊഫൈൽ പേജ് എടുക്കുമ്പം ലൈക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് എപ്പോഴും നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് മേക്ക് സെൻസ് ടു സ്റ്റോർ അനലിറ്റിക് വരുമ്പോൾ ബേസിക്കലി കൗണ്ട് ഓഫ് റോസ്. അതെ, മേ ബി നമ്മൾ എത്ര യൂസേഴ്സ് ഈ പെർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അതൊക്കെ ആയിരിക്കും ട്രാക്ക് ചെയ്യുന്നത്. സോ ഒരു പെർട്ടിക്കുലർ യൂസറിന്റെ ആയിരിക്കത്തില്ല ഡേറ്റ നമ്മൾ ഫെച്ച് ചെയ്യുന്നത്, ഒരു സെറ്റ് ഓഫ് യൂസേഴ്സിൻ്റെ ആയിരിക്കും. അത് നമ്മൾ ഡേറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോളം ആയിരിക്കും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ ഈ ക്ലൗഡ്ഫ്ലെയറിന്റെ കേസിൽ എടുത്ത് നോക്കുവാണെങ്കിലും ഐ തിങ്ക് ബിക്കോസ് ദേ ഹാവ് എ ലോട്ട് ഓഫ് ലോഗ്സ് അങ്ങനത്തെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഇവരെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഹിസ്റ്ററി മൊത്തം വേണമായിരിക്കും ഓഫ് ദാറ്റ് ഫീച്ചർ ഓർ ദാറ്റ് പെർട്ടിക്കുലർ മോഡൽ. അതുകൊണ്ടായിരിക്കും അതൊരു അനലിറ്റിക്സ് സിസ്റ്റമിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ continuing further, bad data was only generated if the query ran on part of the cluster which had been updated.
As a result, every 5 minutes there was a chance of either good or bad set of configuration files being generated and rapidly propagated across the network. Okay. ഇവിടെ പറയുന്നത് ബാഡ് ഡേറ്റ ഇതുവരെ ക്ലിയർ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്താണ് ഈ ഗുഡ് കോൺഫിഗറേഷൻ, ബാഡ് കോൺഫിഗറേഷൻ? ദിസ് ഫ്ലക്ച്വേഷൻ മെയ്ഡ് ഇറ്റ് അൺക്ലിയർ വാട്ട് വാസ് ഹാപ്പനിങ് ആസ് ദി എൻറ്റയർ സിസ്റ്റം വുഡ് റീകവർ ആൻഡ് ദെൻ ഫെയിൽ അഗെയിൻ ആസ് സംടൈംസ് good, sometimes bad configuration files were distributed to our network. Okay. Initially this led us to believe this might be caused by an attack. Okay, ഇവിടെ അവരുടെ അസംഷൻ പിന്നെയും അവർ അറ്റാക്കിലാണ്, അത് ഇതുവരെ വിട്ടിട്ടില്ല. ഇല്ല, നമുക്കൊരു ബയസ് വരുമല്ലോ. നേരത്തെ തൊട്ടടുത്തൊരു അറ്റാക്ക് വന്നതേ ഉള്ളൂ, പിന്നെയും ലൈക്ക് സിമിലർ ഒരു സാധനം കാണുന്നു, നമുക്ക് ഒബ്വിയസ്ലി ഒരു ബയസ് വരും. സ്വാഭാവികമായിട്ടും അത് വരേണ്ടതാണ്. Eventually, every ClickHouse node was generating the bad configuration file and the fluctuation stabilized in the failing state. ആ സ്റ്റെബിലൈസ് ചെയ്യുന്ന വരെ അവരുടെ ഇപ്പോഴും ഇതൊരു അറ്റാക്ക് ആയിരിക്കും. എടാ, ക്ലിക്ക് ഹൗസ് ലൈക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലിക്ക് ഹൗസ് ഏത് ഡേറ്റാ സെൻറ്ററിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് റീജിയനിലുണ്ടെന്നുണ്ടെങ്കിലും ആ ലൈക്ക് ക്ലിക്ക് ഹൗസ് സർവീസസിൻ്റെ എക്സാക്ട് റെപ്ലിക്ക ആയിരിക്കും എല്ലാ റീജിയൻസിലും റൺ ചെയ്യുന്നത്. ക്ലൗഡ് ഫ്ലെയറിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോറി, ക്ലൗഡ് ഫ്ലെയർ, കറക്റ്റ്. അപ്പം ലൈക്ക് ക്ലൗഡ് ഫ്ലെയറിന് ഇപ്പോൾ ഒരു റീജിയൻ ഉണ്ട്, അവർക്ക് ലൈക്ക് ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ 10 സർവീസസ് ഉണ്ടെന്ന് വെച്ചാൽ അവർ റൺ ചെയ്യുന്നത്. അപ്പം ഒരു റീജിയനകത്ത് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേറ്റാ സെൻറ്ററിൽ ആ 10 സർവീസസും റൺ ചെയ്യുന്നുണ്ടായിരിക്കും. സോ എല്ലാം ലൈക്ക് ഹോമോജീനിയസ്. മനസ്സിലായി. ഒരു ബാഡ് ഫയൽ ഉണ്ടെങ്കിൽ എല്ലായിടത്തും പക്ഷേ ഇതൊന്നും ഓവർ ടൈം കറക്റ്റ്. Errors continued until the underlying issue was identified and resolved starting at 1430. We solved the problem by stopping the generation and propagation of the bad feature file and manually inserting a known good file into the feature file distribution queue. Okay. അപ്പോൾ അവരത് ഐഡന്റിഫൈ ചെയ്തു. And then forcing a restart of our core proxy. The remaining long tail in chart above in our team restarting remaining services that had, അതുകൊണ്ടാണ് ആ 500 എറർ പിന്നെ ആ ചാർട്ടിൽ നോക്കുമ്പോൾ സ്ലോലി താഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. As well as returning HTTP 500 errors, we observed significant increases in the latency of responses from our CDN during the impact period. Our CDN affect ചെയ്യും. This was due to large amount of CPUs being consumed by our debugging and observability systems, which automatically enhance uncaught errors with additional debugging information. Unwanted debug logs അവർക്ക് കോസ് ചെയ്തു. ഇതാ മറ്റേ കാസ്കേഡിംഗ് ഫെയിലിയർ. Okay. How Cloudflare process requests and how this went wrong today. So every request to Cloudflare takes a well-defined path through our network. It could be from a browser loading a web page, a mobile app calling an API, or automated traffic from another service. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി Cloudflare പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല, ബേസിക്കലി റിക്വസ്റ്റ് എവിടെ നിന്നൊക്കെ വരുന്നോ അവരെല്ലാം ഹാൻഡിൽ ചെയ്യും. These requests first terminate our HTTP and TLS layer, then flow into our core proxy system. അപ്പോൾ ഈ പ്രോക്സി നമ്മുടെ യൂസേഴ്സിന് എന്തായിരിക്കും പ്രോക്സി ഇവിടെ മീൻ ചെയ്യുന്നത്? എടാ, പ്രോക്സി ഇപ്പം നമ്മൾ അറ്റൻഡൻസ് പ്രോക്സി വിളിക്കത്തില്ലേ, എന്ത് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ വേറൊരാളുടെ ബിഹാഫിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു. അപ്പം സെയിം പ്രിൻസിപ്പിളാണ് ഈ പ്രോക്സിയിലും. എന്ന് വെച്ചാൽ ഞാനൊരു ക്ലയൻ്റാണ് ഒരു വെബ്സൈറ്റിൻ്റെ. അപ്പം എനിക്ക് ലൈക്ക് ഒരു അപ്സ്ട്രീം വെബ്സൈറ്റ് ഉണ്ട്, ലെറ്റ്സ് സേ ഫേസ്ബുക്കാന്ന് വെച്ചു. അപ്പം ഞാൻ ഫേസ്ബുക്കിലോട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പം ആരെങ്കിലും ഒരു മാൻ ഇൻ ദ മിഡിൽ ഉണ്ട്, അതാണ് പ്രോക്സി. സോ അപ്പം എൻ്റെ റിക്വസ്റ്റ് നേരെ ഫേസ്ബുക്കിൽ പോകുന്നതിന് പകരം ആദ്യം പ്രോക്സി പോകും. അപ്പോൾ എൻജിനിക്സ് ഒരു പ്രോക്സി സിസ്റ്റം പോലെ എൻജിനിക്സ് നമുക്കൊരു പ്രോക്സി ആയിട്ട് കോൺഫിഗർ ചെയ്യാം. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രോക്സി സിസ്റ്റമിനെ വിളിക്കുന്ന ഫ്രണ്ട് ലൈൻ എന്നാണ്, അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫൈനലി ത്രൂ പിങ്കോറ വിച്ച് പെർഫോംസ് ക്യാഷ് ലുക്കപ്സ് ഓർ ഫെച്ചസ് ഡേറ്റ ഫ്രം ദി ഒറിജിൻ ഇഫ് നീഡഡ്. ബേസിക്കലി ഇവർക്കില്ലെങ്കിൽ അത് പോയി ഫെച്ച് ചെയ്തിട്ട് അവർ കൊണ്ടുവരും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമേ ഒരു പ്രോക്സി ഉണ്ട്, അത് കൂടുതലും റൂൾ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രീഡിഫൈൻഡ് റൂൾസിൽ അത് പല കാര്യങ്ങളും ചെയ്യുമായിരിക്കും. അതിൻ്റെ പിങ്കോറ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ലോജിക്കുള്ള ഒരു ലെയർ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഇപ്പോൾ ക്യാഷ് ലുക്കപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യണോ അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതെന്ന് തോന്നി പിങ്കോറ എന്ന് പറയുന്ന സാധനം. As a request transits the core proxy, we run the various security and performance products available in our network. I think ഇവരുടെ ആ നെറ്റ്വർക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രോഡക്ട്സ് നമ്മൾ എന്തൊക്കെയാണോ Cloudflare കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അതെല്ലാം റൺ ചെയ്യും. ഓക്കെ. The proxy applies each customer's unique configuration and settings, from enforcing WAF rules and DDoS protection to routing traffic to the developer platform and R2. It accomplishes this through a set of domain-specific modules that apply the configuration and policy rules to traffic transiting our proxy. അപ്പം ബേസിക്കലി അത് തന്നെ അവർ പറയുന്നത്. ഇതിപ്പം ബേസിക്കലി ഇന്റേണലി അവരെങ്ങനെയാ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്.
വൺ ഓഫ് ദോസ് മോഡ്യൂൾസ്, അപ്പോൾ ഇതിനകത്താണ് ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ കിടക്കുന്നത്. അപ്പം വൺ ഓഫ് ദ മോഡ്യൂൾസ് ആണ് ബോട്ട് മാനേജ്മെൻറ്റ്, വിച്ച് വാസ് ദ മേജർ റീസൺ ഓഫ് ദിസ് ഫെയിലിയർ. ബോട്ട് മാനേജ്മെൻറ്റ് മോഡ്യൂളാണ് അവർക്ക് മേജർ ഈ ഔട്ടേജ് സൃഷ്ടിച്ചത്. Cloudflare's bot management includes, among other systems, a machine learning model that we use to generate bot scores for every request traversing our network. Our customers use bot scores to control which bots are allowed to access their sites or not. Oh, okay. അപ്പോൾ ഈ മോഡൽ വെച്ചിട്ട് ഇവർ ഇതിനെ സ്കോർ ചെയ്യും. ഓക്കെ, ഓരോ റിക്വസ്റ്റിനെ എൻ്റെ ഒരു ത്രഷോൾഡിന്റെ മേളിലാണെങ്കിലായിരിക്കും അവർ അലൗ ചെയ്യുന്നത്. And this is actually a very interesting thing also. ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, എനിക്ക് അതും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മൾ വെബ്സൈറ്റ് ഹിറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കിൽ ക്ലൗഡ് ഫ്ലെയർ ഉണ്ടെങ്കിൽ ഇത്രയും ചെക്സ് ഇത്രയും ഫാസ്റ്റിലാണ് അവർ ചെയ്തേക്കുന്നത്. സോ അതൊരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ്. ഇത് ലൈക്ക് ബേസിക്കലി ഒരു മാസീവ് എഞ്ചിനീയറിംഗ് മാസീവ് എഞ്ചിനീയറിംഗ് ആണ്. The model takes as input a feature configuration file. A feature in this context is an individual trait used by the machine learning model to make a prediction about whether the request was automated or not. Okay, that is actually straightforward. The feature configuration file is a collection of individual features. Basically, അതിനകത്താണ് അവരുടെ ഫീച്ചേഴ്സ് മൊത്തം ഇരിക്കുന്നത്. അത് റീഡ് ചെയ്തിട്ടാണ് ബോട്ട് മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ദിസ് ഫീച്ചർ ഫയൽ ഇസ് റിഫ്രഷ്ഡ് എവറി ഫ്യൂ മിനിറ്റ്സ് ആൻഡ് പബ്ലിഷ് ടു അവർ എൻറ്റയർ നെറ്റ്വർക്ക് ആൻഡ് അലൗസ് us to react to a variation in traffic flows across the internet. എന്ന് വെച്ചാൽ അപ്പം ഇവർ ബേസിക്കലി ഇതിപ്പം നമ്മളൊരു പുതിയ ഇതിപ്പം ആൾക്കാർ എപ്പോഴും ലൈക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാൻ. ഓക്കെ, സോ ബാഡ് ആക്ടേഴ്സ് എപ്പോഴും ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അറ്റ് എനി ഇൻസ്റ്റൻറ്റ് അവർക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടും. ലൈക്ക് ഇങ്ങനത്തെ ഒരു ട്രാഫിക് വരുവാണെന്നുണ്ടെങ്കിൽ അത് മേ ബി ഒരു ബോട്ട് നെറ്റ്വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ മലീഷ്യസ് ആയിരിക്കാം. സോ അതുകൊണ്ട് അവർ എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണത്. ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് എവർ ചേഞ്ചിങ്. Interesting. It allows us to react to new types of bots and new bot attacks. So kind of അപ്പോൾ ഇവർക്ക് ഈ 0-day vulnerability, zero day ലൈക്ക് ഇതുവരെയും ഐഡന്റിഫൈ ചെയ്യാത്ത ത്രെറ്റും ഇവർക്ക് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. അപ്പം മേ ബി അത് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമുക്ക് അറിയാമല്ലോ. ലൈക്ക് ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേൺ വരുവാണെങ്കിൽ ഇത് ഈ പെർട്ടിക്കുലർ ക്ലാസ്സിലുള്ള മേ ബി ഒരു അറ്റാക്ക് ആയിരിക്കാം. അങ്ങനെയൊക്കെ അവർ ചിലപ്പം ലേൺഡ് വേസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് സപ്ലൈ ചെയ്യുന്ന രീതിയിലും ആയിരിക്കും. പിന്നെ 0-day എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുക എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അറ്റാക്ക് വെക്ടർ ഉണ്ട്, നിങ്ങൾ ഇത് അവെയർ ആയിരിക്കണം, നമ്മൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇത് മിറ്റിഗേറ്റ് ചെയ്യണമല്ലോ. അപ്പം അതൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. So it's critical that it is rolled out. Okay, അതുകൊണ്ടാണ് it's critical to roll out frequently and rapidly, as bad actors can change their tactics quickly. Correct. A change in our underlying ClickHouse query behavior that generates this file caused it to have a large number of duplicate feature rows. Basically അതാണ് ഇവിടുത്തെ മേജർ പ്രോബ്ലം ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവരെന്തോ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അവരുടെ ClickHouse queryയിൽ, അത് കാരണം ഇവരുടെ ഫീച്ചർ ഫയൽ വലുതായി അല്ലേ. And that created a lot of mess. This changed the size of the previously fixed size feature configuration file, causing the bots module to trigger an error. As a result, 500 error codes were returned by the core proxy system that handles traffic processing for our customers for any traffic that depend on the bots module. This also affected workers KV and access, which rely on the core proxy. അപ്പോൾ ഐഡിയലി പറഞ്ഞ ആ ചേഞ്ച് ബേസിക്കലി എല്ലാ സർവീസ് അവരുടെ കോർ പ്രോക്സിനെ തളർത്തുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ എല്ലാം തളർന്നു. കാരണം നമ്മൾ ഓർക്കുന്നില്ല, ആദ്യമേ റിക്വസ്റ്റ് വരുന്നത് പ്രോക്സിയിലാണ്. അപ്പോൾ പ്രോക്സി ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകത്തില്ല. കറക്റ്റ്, അത് ശരിയാ. അതൊരു ഡിസൈൻ ഫ്ലോ ആണോ? അത് ഫ്ലോ അല്ല, എന്ന് വെച്ചാൽ ഇറ്റ്സ് ഒപ്പീനിയറ്റഡ്. അത് ഭയങ്കര ഹാർഡാണ് ആ ഡിസിഷൻ എടുക്കാൻ. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്യല്ല, എനിക്കിപ്പോൾ തോന്നിയതാ. ഇപ്പോൾ ആ ഫയൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പിന്നെ പ്രീവിയസ് ഫയൽ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ റിക്വസ്റ്റ് ഫ്രണ്ടിലോട്ട് പോകായിരുന്നു. ബട്ട് മേ ബി ഇറ്റ്സ് ഡേഞ്ചറസ്, അതുകൊണ്ടായിരിക്കും അവർ ഈ ഡിസൈൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. പ്രോബബ്ലി യെസ്, അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. മേ ബി ദിസ് ഇസ് സം ഓഫ് our thoughts. Unrelated to this incident, we were and currently migrating our customer traffic to a new version of a proxy service internally known as Frontline 2. Both versions were affected by this issue, although the impact observed was different. Customer deployed on new FL2 proxy engine. അപ്പം അതൊരു പുതിയ വേർഷനിലോട്ട് മാറ്റുന്നത്. അപ്പോൾ അതാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് ഡിപ്ലോയിഡ് ഓൺ ന്യൂ FL2 proxy engine observed 500 errors. Customers on our old proxy engine known as FL did not see errors. But bot scores were not generated correctly, resulting in all traffic receiving a bot score of 0. അപ്പോൾ ഐഡിയലി
ബോട്ട് അവിടെ സ്കോർ ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അതും ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ലൈക്ക് ഇവർക്ക് 2 പ്രോക്സി സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പോൾ, രണ്ടിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് ആയിരുന്നു. അപ്പൊ അതായിരിക്കും അവർ ഇച്ചിരി കൺഫ്യൂസ് ചെയ്തത്. ഓക്കെ മനസ്സിലായി. Okay. Customers that had routes deployed to block bots would have seen larger number of false positives. Okay. Customers who were not using our bot score in their rules did not see any impact. അത് അപ്പോൾ അവർ രക്ഷപ്പെട്ടു. അവരല്ലാതെ. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലൗഡ്ഫ്ലെയറിന്റെ അവരുടെ ബോട്ട് യൂസ് ചെയ്യാത്തവരുടെ എല്ലാം സൈറ്റിന് ഒരു കുഴപ്പമില്ല, അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു. Okay. Throwing us off and making us believe this might have been an attack was an other apparent symptom we observed. Cloudflare status page was അവിടെയാണ് ട്രിക്കി. അത് വെച്ചാൽ കോമഡിയാണ്. Cloudflare status page went down. The status page is hosted completely off Cloudflare's infrastructure with no dependency on Cloudflare. അതെന്താ അവരങ്ങനെ ചെയ്തത്? അല്ല, ക്ലൗഡ്ഫ്ലെയർ ഡൗൺ ആയി അറിയണമല്ലോ, അതിന് വേണ്ടിയാണല്ലോ അത് ക്ലൗഡ്ഫ്ലെയർ തന്നെ ഡിപ്ലോയ് ചെയ്തതിനാ. അതും കൂടെ ഡൗൺ ആവും. ആ ക്ലൗഡ്ഫ്ലെയർ തന്നെ ഡിപ്ലോയ്. ഓക്കെ, പക്ഷെ ഇവിടെ പക്ഷേ എനിക്ക് തോന്നുന്നു കോഇൻസിഡന്റ്ലി ഇതും കൂടെ ഡൗൺ ആയി. അല്ല, ഇവരിപ്പം ക്ലൗഡ്ഫ്ലെയറിന്റെ സർവീസസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇത് ഡൗൺ ആയത്. അല്ലല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ട്. While it turned out to be a coincidence, it led some of the team diagnosing the issue to believe that an attacker may be targeted. അല്ല, അപ്പം എൻ്റെ ക്ലൗഡ്ഫ്ലെയർ വാസ് ഹോസ്റ്റഡ് എൽസ്വെയർ, റൈറ്റ്? പക്ഷേ ഈ സാധനം ക്ലൗഡ്ഫ്ലെയറിന്റെ സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് പേജോ? ആ സ്റ്റാറ്റസ് പേജ് ഇല്ല, സ്റ്റാറ്റസ് പേജ് യൂസ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് സ്റ്റാറ്റസ് പേജ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണെന്ന്. അപ്പം എൻ്റെ ഡൗട്ട് അതാ, ലൈക്ക് ഈ സ്റ്റാറ്റസ് പേജ് അപ്പം ഇങ്ങനത്തെ പ്രോക്സിയും കാര്യമൊന്നും യൂസ് ചെയ്യുന്നില്ലായിരിക്കും. അവർ കംപ്ലീറ്റ്ലി ഓഫ് ദി ഗ്രിഡ് ആക്കി. അതാ ഞാൻ പറഞ്ഞത്. ഗ്രിഡ് അല്ല, അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഈ ക്ലൗഡ് ഫ്ലെയറിനെ ഡിപെൻഡ് ചെയ്യാത്ത രീതിയിൽ അവർ സ്റ്റാറ്റസ് പേജ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ അല്ല, അതപ്പോ ഒരു ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. ആണോ? അതാണ് അവരുടെ ടീമിനെ കൺഫ്യൂസ് ചെയ്തത്. അതാണ് അവർ പറയുന്നത്. കാരണം ഇപ്പൊ കോൺസ്റ്റന്റ് ഇതും പോണം, ഇതും രണ്ട് സിസ്റ്റമും ഡൗൺ ആയി. അതുകൊണ്ട് അവർ ഓർത്ത് പെർപ്പസ്ലി ആരും അറ്റാക്ക് ചെയ്തതാണ്. ബിക്കോസ് സ്റ്റാറ്റസ് പേജും ഔട്ട് ആക്കണമെങ്കിൽ അതൊരു അറ്റാക്കറിന്റെ ഇതായിരുന്നു. While it turned out to be a coincidence, it led some of the team diagnosing the issue to believe that an attacker may be targeting both our systems as well as status page. Visitors to the status page at that time were greeted by an error message, 504 gateway timeout. അപ്പോഴാണ് ഇവർക്ക് സംശയം ഉണ്ടായത്. അതാണ് നെക്സ്റ്റ് ഇവർ പറയുന്നുണ്ട്. അവരുടെ ഇന്റേണൽ ചാറ്റ് റൂമിൽ ഇതൊരു ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. കാരണം അവർ മുമ്പേ ഒരു DDoS അറ്റാക്ക് ഹാൻഡിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും എന്നാണ് അവർ അസ്യൂം ചെയ്തത്. I mentioned about that a change in the underlying query behavior resulted in the feature file containing a large number of duplicate rows. Database in system in questions uses ClickHouse software. For context, it's helpful to know how ClickHouse distributed queries work. അപ്പോൾ ഇവരത് ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ClickHouseനെ കുറിച്ചാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. A ClickHouse cluster consists of many shards. അപ്പം ഷാർഡ്സ് എന്താ? എടാ, ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്നല്ലേ ഇവർ പറഞ്ഞേ. അപ്പം നമുക്ക് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സാധനം. ഓക്കെ. സോ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ മൾട്ടിപ്പിൾ ഡേറ്റാബേസ് നോട്ട്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ നമ്മുടെ ഡേറ്റ ഇരിക്കുന്ന ഓരോ നോഡിനും അവർ ഷാർഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പം നമ്മളൊരു ക്വയറി ചെയ്യുക. ലൈക്ക് മേ ബി ഫോർ സിംപ്ലിസിറ്റി നമുക്ക് പറയാം, ഇത് ലൈക്ക് ഒരു ബ്ലോഗിങ് പ്ലാറ്റ്ഫോമിൻ്റെ ഡേറ്റാബേസ് ആണെന്ന് വെച്ചു. അപ്പം ഡിഫറെൻറ്റ് ഷാർട്സിൽ ബ്ലോഗ് പോസ്റ്റ് ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളൊരു ക്വയറി ചെയ്യുക, എനിക്ക് ഈ പെർട്ടിക്കുലർ ബ്ലോഗ് പോസ്റ്റ് ഫെച്ച് ചെയ്യണം. സോ ആ ഡേറ്റാബേസ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എൻ്റെ ക്വയറി എഞ്ചിൻ നോക്കും. ഓക്കെ, ഈ പെർട്ടിക്കുലർ ഡേറ്റ ഏത് ഷാർഡിലായിരിക്കുന്നത്, എന്നിട്ട് ആ ഷാർഡിൽ നിന്നായിരിക്കും നമുക്ക് ഫെച്ച് ചെയ്യുന്നത്. സോ ബേസിക്കലി ഷാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീഷൻ പോലെ. അതെ. അപ്പോൾ നമ്മുടെ പോസ്റ്റ്ഗ്രസ് ഈ ടേബിൾ ഇതിന് ബൈ ഡിഫോൾട്ട് ഷാർഡിങ് സപ്പോർട്ട് ചെയ്യുമോ അതോ ഇറ്റ്സ് നോട്ട്? പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് അല്ലല്ലോ. ലൈക്ക് നമ്മൾ പോസ്റ്റ്ഗ്രസ് സ്കെയിൽ ചെയ്യുന്നത് വെർട്ടിക്കലിയാണ് സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പോസ്റ്റ്ഗ്രസ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണെന്ന്. അപ്പം പോസ്റ്റ്ഗ്രസ് ഷാർഡിങ് ചെയ്യാം. ലൈക്ക് വൺസ് എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ സൈസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ഡിഫൈൻ ചെയ്യണം. എനിക്ക് ഒത്തിരി അറിയത്തില്ല, പക്ഷേ നമ്മൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്യും ഡേറ്റ ലൈക്ക് മൾട്ടിപ്പിൾ ഷാർട്സ് ആയിട്ട്. സോ ദാറ്റ് നമ്മുടെ ക്വയറീസ് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വയറി വരുമ്പോൾ നമുക്കറിയാം ലൈക്ക് ഇത് ഏത് ഷാർഡിലായിരിക്കുന്നത്, അല്ലെ ക്വയറി എഞ്ചിൻ അറിയാം ഇത് ഏത് ഷാർഡിലായിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ക്വയറി ജനറേറ്റ് ചെയ്ത് ഡേറ്റ ഫെച്ച് ചെയ്യും. അപ്പോൾ ClickHouse ബൈ ഡിഫോൾട്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും. ClickHouse ബൈ ഡിഫോൾട്ട് അല്ല, ClickHouse ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല, മേ ബി ഫ്രം ഡേ വൺ അത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ലൈക്ക് മൾട്ടിപ്പിൾ ഷാർട്സിലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ClickHouse ബൈ ഡിഫോൾട്ട് ബേസിക്കലി ഈ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. So because it is designed in a distributed manner. Okay, got it.
ഓക്കെ. സോ ടു ക്വറി ഡേറ്റ ഫ്രം ഓൾ ഷാർട്സ്, അപ്പം ഇവരുടെ കേസിലും ഇവരുടെ ക്ലിക്ക് ഹൗസ് ഡേറ്റാബേസ് ക്ലസ്റ്റർ കൺസിസ്റ്റ് ഓഫ് മെനി ഷാർട്സ്. അപ്പോൾ ഇവർ എന്തായാലും ക്വറി ചെയ്യുന്ന ഓരോ ഷാർട്സിൽ പോയിട്ടായിരിക്കും അവരുടെ ഡേറ്റ എടുക്കണമെങ്കിൽ. സോ ടു ക്വറി ഡേറ്റ ഫ്രം ഓൾ ഷാർട്സ് വി ഹാവ് സോ കോൾഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടേബിൾസ്. Okay, and that tables are powered by an engine called distributed in a database called default. The distributed engine queries underlying tables in a database R0. The underlying tables are where data is stored on each shard of a ClickHouse cluster. Okay, ഇത് ഓക്കെ അവർ പറയുന്നത് അപ്പോൾ ഡേറ്റാബേസ് ബൈ ഡിഫോൾട്ട് അവർക്കൊരു ഡേറ്റാബേസ് ബൈ ഡിഫോൾട്ട് ഉണ്ട്. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഡേറ്റാബേസ് ഡേറ്റാബേസിന്റെ നെയിം ഡീഫോൾട്ട് എന്നാണ്. ആൻഡ് പിന്നെ അവർക്ക് വേറൊരു ഡേറ്റാബേസും കൂടെ ഉണ്ട് കോൾഡ് R0 അല്ലേ? ഓക്കെ, അപ്പോൾ അതിനകത്താണ് ബേസിക്കലി ഇവരുടെ ഡേറ്റ ഇരിക്കുന്നത്. പക്ഷെ അത് ഡിഫറെൻറ്റ് ഷാർട്സിലാണ്. ഓക്കെ, queries to the distributed tables run through a shared system account. Okay, as part of the efforts to improve our distributed queries security and reliability, there's work being done to make them run under the initial user accounts instead. Okay, അപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർഡ് സിസ്റ്റത്തിൽ കൂടെ ആയിരുന്നു അവർക്ക്. അതെ, അവരെനിക്ക് ഒത്തൻറ്റിക്കേഷൻ എന്തോ ചെറുതായിട്ട് ട്യൂൺ ചെയ്തു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫൈൻ ഗ്രൈൻഡ് ആക്കി. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം NPM-നും ഈ ഇടയ്ക്ക് ഔട്ടേജും കാര്യങ്ങളെല്ലാം വന്നു. അപ്പം നമുക്ക് ക്ലാസിക് ടോക്കൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു NPM-നകത്ത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോക്കൺ വെച്ചിട്ട് നമ്മുടെ ഫുൾ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാം. നമ്മുടെ ഗിറ്റബിനകത്ത് പേഴ്സണൽ ആക്സസ് ടോക്കൺ ഒക്കെ പോലെ. അപ്പം ആ ടോക്കൺ ഒരു അറ്റാക്കറിന് കിട്ടിക്കഴിഞ്ഞാൽ ബേസിക്കലി ഫുൾ ആക്സസ് കിട്ടും. അപ്പം മേ ബി അവർ അതുപോലെ വല്ലതും ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ കുറച്ചുകൂടെ ഫൈൻ ഗ്രൈൻഡ് ആക്കി കാണും. ഓക്കെ, ഈ പെർട്ടിക്കുലർ ടോക്കണിന് ഇനി ഇത്രയും ഈ സബ്സെറ്റേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നോ അങ്ങനെ എന്തെങ്കിലും. നമുക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ മേ ബി അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. Before today, ClickHouse users would only see the tables in the default database when querying table metadata from ClickHouse system tables, such as system.tables or system.columns. So ഇതുവരെയും ബേസിക്കലി ഡിഫോൾട്ടിൽ ഇരിക്കുന്ന ടേബിൾസ് മാത്രമേ ഇവർക്ക് അതിനകത്തിരിക്കുന്ന മെറ്റഡേറ്റ മാത്രം ആക്സസിബിൾ ആണ്. Since users already have implicit access to underlying tables in R0, we made a change at 11.05 to make this access explicit so that users can see the metadata of these tables as well. അപ്പം ആഫ്റ്റർ ദിസ് ചേഞ്ച് R0 ടേബിൾസിന് ആക്സസ് കിട്ടി. എനിക്കൊന്നും ഇവര് ആക്സസ് റെസ്ട്രിക്റ്റീവ് അല്ല, കൂടുതൽ ആക്സസ് കൊടുക്കുമോ? അത് ആ കൂടുതൽ പെർമിഷൻ ഇവർക്ക് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇവർ ചേഞ്ച് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവർക്ക് ടേബിൾ ആക്സസ് ഉണ്ടായിരുന്നു, പക്ഷെ മെറ്റഡേറ്റഡ് ആക്സസ് ഇല്ലായിരുന്നു. ആ യൂസറിന് ഇപ്പം സിൻസ് ടേബിൾ ആക്സസ് ഓൾറെഡി ഉണ്ട്, എന്താ പിന്നെ മെറ്റഡേറ്റയുടെ കൊടുത്തപ്പം കൂടുതൽ ഡേറ്റ റിട്രീവ് ചെയ്തു. ഓക്കെ, by making sure that all distributed subqueries can run under the initial user, query limits and access grants can be evaluated in a more fine-grained manner, avoiding one bad subquery from a user affecting others. Basically, ഇവരുടെ ഒരു ഫൈൻ ട്യൂണിംഗ് പോലെയാണ് ഇത് ചെയ്തത്, പക്ഷേ it turned out to be yes. The change explained above resulted in all users accessing accurate metadata about tables they have access to. So literally, ഇപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാം. Unfortunately, there were assumptions made in the past that list of columns returned by a query like this would only include the default database. Okay, അതപ്പോൾ അവരുടെ assumption എനിക്കൊന്ന് ഒരു കോഡിൽ അസ്യൂം ചെയ്തു, ഓക്കെ, അല്ലെങ്കിൽ ലോജിക്കൽ അസ്യൂം ചെയ്തു ഇവിടെ ഒരിക്കലും വേറൊരു ടേബിളിൽ അല്ലെങ്കിൽ വേറൊരു ഡേറ്റാബേസിലെ ടേബിൾസ് വരില്ല, ലൈക്ക് ഇതിൽ ഡിഫോൾട്ടിൽ മാത്രമേ വരുള്ളൂ. ഇത് ചിലപ്പോൾ ഓൾഡ് സിസ്റ്റം ആയിരിക്കും, ഇത് ഡിസൈൻ ചെയ്ത് ഒരു ഡെവലപ്പർ ഇവിടെ നമുക്ക് ക്വറി കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ബേസിക്കലി ഈ ക്വറിയിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്. അവർ അസ്യൂം ചെയ്തെന്ന് പറഞ്ഞാൽ system.column അവർ പറയുന്ന പോലെ system.columns മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. ഡിഫോൾട്ട് ഡേറ്റാബേസിലെ ഈ ഒരു ടേബിൾ മാത്രമേ ക്വറി ചെയ്യത്തുള്ളൂ. ആ ക്വറിയിൽ ഡേറ്റാബേസ് ഫിൽട്ടർ ഡേറ്റാബേസ് DB നെയിം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് അന്ന് അവരുടെ അസംഷൻ ഒരു ടേബിൾ ഒരു ഇതേ ഉള്ളൂ, അതുകൊണ്ട് അതെന്തായാലും ബൈ ഡിഫോൾട്ട് പോകും. പക്ഷെ അവർ R0 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഈ സാധനം അവർ ചെക്ക് ചെയ്യണമായിരുന്നു. Note how the query does not filter for the database name, with us gradually rolling out the explicit grants to users of a given ClickHouse cluster. After the change at 11.05, the query about started returning duplicates. ശരിയാ, ഇനിയിപ്പം ഈ HTTP റിക്വസ്റ്റ് ഫീച്ചേഴ്സ് രണ്ട് ടേബിളിലും ഉണ്ട്. ബേസിക്കലി ആ ഫീച്ചർ ഫയൽ രണ്ടിടത്തും ഉണ്ട്. സോ ദേ വിൽ ട്രൈ ടു ഫീച്ചർ ഫയൽ ഈ ക്വറിയുടെ റെസ്പോൺസ് വെച്ചാൽ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ഡേറ്റാബേസ് ടേബിൾസിൽ നിന്നും ഡേറ്റ വന്നു, ഫയൽ സൈസ്. Yes, correct. This unfortunately was the type of query that was performed by the bot management feature file generation logic to construct each input feature.
ദ ക്വയറി അബൌട്ട് റിട്ടേൺ ടു ടേബിൾ. അപ്പോൾ ബേസിക്കലി ഈ നമ്മൾ ആ റിസൾട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഫീച്ചർ 1 ഒരു ടേബിൾ റിട്ടേൺ ചെയ്തു, ഫീച്ചർ 1 വേറൊരു ടേബിൾ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് അവർ റിട്ടേൺ ചെയ്തു. However, as part of additional permissions that were granted to the user, the response now contained all metadata of the R0 schema, effectively more than doubling the rows in the response, ultimately affecting the number of rows in the final output. അതാ ബേസിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ റോസ് അവർക്ക് കിട്ടി. ആ ഫീച്ചർ ഫയൽ അപ്പോൾ കൂടുകയും ചെയ്തു. Each model running on our proxy service has a number of limits in place to avoid unbounded memory consumption and to pre-allocate memory as a performance optimization. So ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ നമ്മൾ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോക്കേഷൻ നടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലൈക്ക് ഇന്ന മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ഇന്ന നാനോ സെക്കൻഡാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ഈച്ച് സൈക്കിൾ കൗണ്ട്സ്. അതുകൊണ്ട് ഇപ്പം മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതും ലൈക്ക് ടൈം കൺസ്യൂമിങ് ഓപ്പറേഷനാണ്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം അലോക്കേറ്റ് ചെയ്ത് ഡീഅലോക്കേറ്റ് ചെയ്യുന്നതും ലൈക്ക് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം ഈ എഫിഷ്യൻസി വേണ്ട സിസ്റ്റംസ് എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഡീറ്റ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മെമ്മറി എത്രയാണെന്ന് നമുക്കറിയാം. എന്നിട്ടത് പ്രീ അലോക്കേറ്റ് ചെയ്യും. അഥവാ പിന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കൊന്നൊരു ഈ സാറ്റലൈറ്റ് സിസ്റ്റംസും അതിലും എല്ലാം ഇതുപോലെ ചെയ്യുന്നത്, ലൈക്ക് ഡിഫൈൻ ചെയ്യും. എന്നിട്ട് പ്രീ അലോക്കേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇത്രയും ഡീറ്റ വരത്തുള്ളൂ, ഇനി ഇത്രയും മെമ്മറി മതി. സോ അതാ അവർ പറഞ്ഞത്. സമയത്ത് അവർ പോയി ഇതൊന്നും അലോക്കേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഡയറക്ട്ലി. ഈ ഗോലാങ്ങിലും ഇതൊരു മെമ്മറി ഒപ്റ്റിമൈസേഷൻ ടെക്നിക് അല്ലേ? ഒബ്ജക്ട്സ് ഒക്കെ ലൈക്ക് നമുക്ക് പ്രീ അലോക്കേറ്റ് ചെയ്ത് വെക്കാം, സെറ്റ് നമ്പർ സെറ്റ് ചെയ്ത് വെക്കാം, ഓരോന്ന് വരുമ്പോൾ നേരെ അത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് C++ന്റെ ഒക്കെ ഓർമ്മ വരുന്നത്. സിയിൽ നമ്മൾ MLOക്കോ അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് നമ്മൾ മെമ്മറി വെക്കുമ്പോൾ അതാ അവർ പറഞ്ഞ് അവർ എക്സ്പെക്ട് ചെയ്യുന്നൊരു സൈസ് ഉണ്ട് ഫീച്ചർ ഫയലിന്. അത് വെച്ചിട്ട് അവർ മെമ്മറി അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഫീച്ചർ ഫയൽ വലുതായി, ആ മെമ്മറിക്കകത്തും കൂടുതലായി. അപ്പം അത് പൊട്ടി. ഓക്കെ. In this specific instance, the bot management system has a limit on the number of machine learning features that can be used at runtime. Currently, this limit is set to 200, well above our current use of 60 features, approximately 60 features. Again, this limit exists because for performance reasons, we pre-allocate memory for the features. When the BAT file with more than 200 features was propagated to our servers, the limit was hit. Okay. 200 features അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫീച്ചർ ഫയലിനകത്ത് അതിൻ്റെ മെമ്മറി അവർ പ്രീഅലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിസൾട്ടിങ് ഇൻ ദ സിസ്റ്റം പാനിക്കിംഗ്. അപ്പോൾ ഇവർ റസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ FL2 റസ്റ്റ് കോഡ് ദാറ്റ് മേക്സ് ദ ചെക്ക് വാസ് ദ സോഴ്സ് ഓഫ് ദി അൺഹാൻഡിൽഡ് എറർ ഷോൺ. അതാ അവർ പറഞ്ഞില്ലേ, 2 പ്രോക്സി ഉണ്ട്. ഒരു പ്രോക്സി ഉപയോഗിച്ചിരുന്ന കസ്റ്റമേഴ്സിന് പ്രശ്നങ്ങൾ വന്നില്ല, പക്ഷേ ഈ FL2 ഉപയോഗിച്ച കസ്റ്റമേഴ്സിനാണ് പ്രശ്നങ്ങൾ വന്നത്. ബിക്കോസ് FL2 എന്ന് പറയുന്നത് ഒരു പുതിയ വേർഷൻ ഓഫ് അവരുടെ പ്രോക്സിയാണ്. അപ്പം അവർ അലോക്കേഷൻ നടത്തിയിട്ടുമുണ്ട്. അവർ അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ അലോക്കേഷൻ ആ പെർട്ടിക്കുലർ ഫയൽ സൈസിൽ കൂടിപ്പോയി, അതുകൊണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ഡീറ്റ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അന്നേരൊരു എറർ സംഭവിക്കുമല്ലോ, അലോക്കേറ്റ് ചെയ്ത് ബേസിക്കലി ആ മെമ്മറിയിൽ സാധനം കൊള്ളാതെ വരുമ്പോൾ ഒരു എറർ വരുമല്ലോ. അത് അവർ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇത് അവർ കോഡ് കൊടുത്തിട്ടുണ്ട്, അതിലവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനം അൺറാപ്പ് എന്ന് പറയുന്ന മെത്തഡാണ്. അൺറാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി റസ്റ്റിനോട് പറയുക, ലൈക്ക് ഇവിടെ എറർ വന്നാൽ പാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ക്രാഷ് ചെയ്ത് സ്റ്റാക്ക് ട്രേസ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലൈക്ക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂഷ്വലി ചെയ്യാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ആ എറർ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കുന്നത്, ഈ പെർട്ടിക്കുലർ എറർ ഉണ്ടാവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ദെൻ മേ ബി ഈ എറർ ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ട്രൈ ക്യാച്ച് അങ്ങനെ ഉണ്ടോ? എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? റസ്റ്റിൽ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഒരു റിസൾട്ട് എന്ന് പറയുന്നൊരു ടൈപ്പ് ആയിരിക്കും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ സം ടൈപ്പ് എന്ന് വെച്ചാൽ അത് ഒരു കോമ്പിനേഷൻ ഓഫ് ടൈപ്സാണ്. അപ്പം ആ റിസൾട്ട് എന്ന് പറയുന്നത് എറർ ആവാം, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ വാല്യൂ ആവാം. അപ്പം നമ്മൾ അത് മാച്ച് ചെയ്യും, ഈ റിസൾട്ട് വരുന്നത് മാച്ച് ചെയ്യും. ഓക്കെ, ഇത് ഇവിടെ സംഭവിച്ച എറർ ആണോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണോ, എന്നിട്ട് നമ്മൾ അതനുസരിച്ച് റിയാക്ട് ചെയ്യണം. മനസ്സിലായി. അപ്പം ബേസിക്കലി ഇതായിരുന്നു വൺ ഓഫ് ദ മേജർ കോസ് അവരുടെ ഈ ഔട്ടേജ് ഉണ്ടാക്കാൻ. ദിസ് ഇസ് വൺ പോർഷൻ.
ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ സ്റ്റാക്ക് ട്രീസിലെ എറർ അവരിട്ടിട്ടുണ്ട് താഴെ, ലൈക്ക് വാട്ട് വാസ് ബീൻ ഷോൺ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു അമേസിങ്, ഞാൻ ഈ പേപ്പർ വായിക്കുമ്പോൾ ബേസിക്കലി അമേസിങ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളോർക്കും ഇത് മാത്രമായിരുന്നു ഇഷ്യൂ ബേസിക്കലി ബിക്കോസ് ദേ സ്പൈക്ഡ് അപ്പ് 500 hour. ഇത് താഴോട്ട് വായിക്കുമ്പം other systems that rely on our core proxy were impacted during the incident. This included Workers KV and Cloudflare access. Okay, the team was able to reduce that impact on the systems at 1 o'clock when a patch was made to Workers KV to bypass. Basically അവർ അവിടെ വർക്കേഴ്സിനെ സേവ് ചെയ്തു, അപ്പോൾ അത് അവർ ബൈപ്പാസ് ചെയ്തു കോർ പ്രോക്സി. Subsequently all downstream system that rely on Workers KV observed a reduced rate. Obviously the Cloudflare dashboard was also impacted due to both Workers KV being used internally and Cloudflare Turnstile being deployed as part of a login flow. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. Turnstile was impacted by this outage, resulting in customers who did not have an active dashboard session being unable to log in. So basically ഈ ഇഷ്യൂ വന്നപ്പോൾ ലോഗിനും ഡെഫിനറ്റ്ലി അവരുടെ അഫക്റ്റ് ചെയ്തു. This showed up as a reduced availability during 2 time periods. The first period from 11:30 to 13:10 was due to the impact. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി ഇവിടെ അതിൽ ഈ ഒരു റേഞ്ചിലുള്ള ഇമ്പാക്ട് ഈസ് ബിക്കോസ് ഓഫ് വർക്കേഴ്സ് KV, ആൻഡ് വർക്കേഴ്സ് KV അവർ ബൈപ്പാസ് ചെയ്ത് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിത്ത് സം കൺട്രോൾ പ്ലെയിൻ ആൻഡ് ഡാഷ്ബോർഡ് ഫംഗ്ഷൻസ് റിലൈ അപ്പോൺ ദിസ് വാസ് റീസ്റ്റോർഡ് അറ്റ് 13:10. ഇപ്പം ബൈപ്പാസ് ചെയ്തപ്പോൾ അവർ റീസ്റ്റോർ ചെയ്തു. When Workers KV bypassed the core proxy system. The second period of impact to the dashboard occurred after restoring the feature configuration data. As in like അവർ സേവ് ചെയ്തു കോൺഫിഗറേഷൻ ഫയൽ, എനിക്ക് തോന്നുന്നു ഇഷ്യൂ എല്ലാം റിസോൾവ് ചെയ്തു. കോൺഫിഗറേഷൻ ഫയൽ അവർ ഒരു പാച്ച് ഉണ്ടായിരുന്നു, അതും അവർ പുഷ് ചെയ്തു, അവർ പ്രൊപ്പഗേറ്റ് ചെയ്തു, എററൊക്കെ റെഡ്യൂസ് റേറ്റിലോട്ട് വരാൻ തുടങ്ങി. A backlog of login attempts began to overwhelm the dashboard. അപ്പം ഇത്രയും നേരം കുറേ പേര് ലോഗിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഈ ലോഗിൻ ആക്സസ് കിട്ടാൻ വേണ്ടി. അത് അവർക്ക് അതൊരു ഹ്യൂജ് റിക്വസ്റ്റ് ആയതുകൊണ്ട് അത് പിന്നെ അവരുടെ സെർവറിനെ ഡൗൺ ആക്കി. അത്രയും ഓർക്കണം, അപ്പോൾ അത്രയും റിക്വസ്റ്റ് വന്ന് കിടക്കുമായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് ക്രേസി. This backlog in combination with retry attempts resulted in elevated latency, reducing dashboard availability. അപ്പോൾ പിന്നെയും താഴെ പോയി ഡാഷ്ബോർഡ് മൊത്തം. സ്കെയിലിംഗ് കൺട്രോൾ പ്ലെയിൻ, പിന്നെ അവർക്ക് ആകെ ഒരു വഴിയുള്ളായിരുന്നു, ഇതിന് മെഷീൻസ് കൊടുക്കുക, സ്കെയിൽ ചെയ്യുക, കൊണ്ടുവരിക. ആ ഒരു ഇതേ ഉള്ളായിരുന്നു അവരുടെ റീസൺ. സോ ബേസിക്കലി ഒരു ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് എൻ്റെ ഒരു സിനാരിയോയിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല അന്ന് എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ ഔട്ടേജ് വരുന്നത് ഡേറ്റാബേസ് താഴെ പോയപ്പോൾ ഉള്ള ഔട്ടേജ് മാത്രമേ ഉള്ളൂ. ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്ത് 4 hours ഡൗൺ ആയി. ദാറ്റ് ഈസ് ബിക്കോസ് അവർ മിസ്റ്റേക്ക്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വർക്ക് ചെയ്ത സിസ്റ്റംസ് ഇങ്ങനെ ഇതുവരെയും കാണാത്ത ഒരു എറർ പാറ്റേണിൽ പോയി സ്റ്റക്കായി? ഐ മീൻ ഞങ്ങളുടെ ഒരു റിയൽ ടൈം സിസ്റ്റമിൽ ഞങ്ങളുടെ റെഡിസിന് എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു. ഫോർ സം റീസൺ പോർട്ടോ എന്തോ ചേഞ്ച് ചെയ്തത് ഞങ്ങൾ. അപ്പോൾ കറക്റ്റ് ഇത് ഓർക്കുന്നില്ല. അപ്പോൾ ബേസിക്കലി ഞങ്ങളുടെ റിയൽ ടൈം സിസ്റ്റം ഡൗൺ ആയി. ഞങ്ങളുടെ റെഡിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാഷ് അല്ലായിരുന്നു, ഞങ്ങളുടെ പ്രൈമറി ഡേറ്റാബേസ് ആയിരുന്നു. അതില്ലാതെ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ഞങ്ങളത് മാറ്റി ഞങ്ങൾ കയറി കിടന്നു. രാവിലെ എടുത്തപ്പോൾ ഞങ്ങളുടെ ഡാറ്റ ഒന്നും ഇല്ല. ക്ലയൻസ് ഒന്നും ചോദിക്കുന്നത് ഇതെവിടെയാ എന്തുവാ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് സ്ലോലി റെഡി ആക്കിയോളൂ. അതെ, ഞങ്ങൾ വലിയ ഇഷ്യൂ ഒന്നും റേസ് ചെയ്തില്ല, ആരും അറിഞ്ഞിട്ടും ഇല്ല. സൈലന്റ്ലി. എനിക്കൊന്നും നമ്മൾ മിക്കവാറും നമ്മൾ ഈ സ്കെയിലിലെ സിസ്റ്റം ഇപ്പം ഇത് വായിക്കുമ്പോഴും നമ്മൾ ഓർക്കും പല കേസസിൽ ഇവരെന്താ ഇതിങ്ങനെ ചെയ്തുകൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ സ്കെയിലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമ്മൾ കുറേയൊക്കെ സിസ്റ്റംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യും, അസംഷൻസിൽ ഓടിക്കും, നമുക്കെല്ലാം ചെക്ക് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ Cloudflare ഇപ്പം നമ്മൾ ഇമ്പാക്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ Cloudflare ഇറ്റ്സ് വെരി ഹ്യൂജ്. ഞാനാണെങ്കിൽ ജസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ ചുമ്മാ നോക്കുമായിരുന്നു Cloudflareൻ്റെ. സോ ഈ Cloudflare ഇസ് വൺ ഓഫ് ദി എൻ്റർപ്രൈസസ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് Cloudflare. അപ്പം എനിക്ക് തോന്നുന്നു ഈ എൻ്റർപ്രൈസ് അഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്ര SLAക്ക് ഈ സർവീസസ് ഒരു SLA പീരീഡ് കാണും. ആ സർവീസസ് അപ്പം ആ SLA ഒബേ ചെയ്തിട്ടാണ് നമ്മൾ ആ സർവീസസ് അപ്പ് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ കോൺട്രാക്ട് ലൈക്ക് യു വിൽ ഹാവ് ടു ഗിവ് us the credits back ഇത്ര 10 to 20%. ദാറ്റ്സ് ലൈക്ക് ഹ്യൂജ് ലോസ് ഫോർ Cloudflare. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർ ഓൾമോസ്റ്റ് ക്ലോസ് ടു $5 to $15 million ആണ് റിപ്പോർട്ടിൽ പറയുന്നത് ലൈക്ക് ലോസ് ചെയ്തത്. പക്ഷേ ഓൺ ആൻ അതർ സൈഡ് ഇപ്പോൾ ബ്ലിങ്കിറ്റ് പോലത്തെ സർവീസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് അതിനേക്കാളും വലിയൊരു ഹ്യൂജ് ലോസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ക്ലോസ്ലി 10 to 20% ഓഫ് ദി ഇൻ്റർനെറ്റ് വാസ് ഡൗൺ. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കമ്പനിയിലൊക്കെ ആൾക്കാർ ബ്രോ കർസർ ഇസ് നോട്ട് വർക്കിംഗ്, ChatGPT വർക്ക് ചെയ്തില്ല, കോഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഇത്, ChatGPT ബ്ലാക്ക് സ്ക്രീനൊക്കെ കാണിക്കുന്നു. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ്
engineeringly I felt this is marvelous, like how they're handling the system, but it's also creating a huge impact. And like it's wonderful to see all of these systems being built. അപ്പം എനിക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ. നമ്മൾ ഇതായിരുന്നു ബേസിക്കലി നമ്മുടെ ഒരു ഐഡിയ. ഈ ഡിസ്കഷൻ എന്തായിരുന്നു, ഈ ഇത്രയും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റം എങ്ങനെയാണ്, എന്തായിരുന്നു അവരുടെ കുഴപ്പം, വാട്ട് വെൻറ്റ് റോങ് എന്നൊന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ തോട്ട് പ്രോസസ്സ് ഷെയർ ചെയ്യാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട്സ്, എനി ക്വയറീസ് ദറ്റ് യു വോണ്ട് ടു ആസ്ക്, ലൈക്ക് യു ക്യാൻ ഷൂട്ട് ഔട്ട് ഇൻ കമൻറ്റ്സ്. ആൻഡ് എനിത്തിങ് എൽസ് ബിഫോർ മൈ റാപ്പിംഗ് അപ്പ്? നിങ്ങൾക്ക് that's it, right? That's it. Okay, until we see next time, thank you, bye bye.